ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ സമയം എങ്ങനെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാം എന്നാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. നിങ്ങൾക്കും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്, ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സമയം ഒരു 5 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നത്. പതിവ് പോലെ 5:15 ഞാൻ കിച്ചണിലോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പണികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് എടുത്തു വെച്ചു. കുക്കറിലൊക്കെ എന്തെങ്കിലും ഐറ്റംസ് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച ശേഷം ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് കറികൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ വേഗം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 5:30 മണിയാവും. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് പ്രയറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേഗം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ നമ്മൾ മീൻ കറിയും അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് കൊണ്ടുള്ള തോരന ഉണ്ടാക്കണേ. പിന്നെ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയാണ് രാവിലേക്കുള്ള കറിക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയാനുള്ള എല്ലാ ഐറ്റംസും ഇതേ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നാളികേരം തലേദിവസം നമ്മൾ ചിരണ്ടി വെക്കുന്നത് ഫ്രീസറിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് രാവിലെ ഇതേ വന്നപ്പം തന്നെ ഞാൻ പുറത്തോട്ട് വയ്ക്കും. ഫുള്ളായിട്ട് അതിൻ്റെ ഐസൊക്കെ വിടണം, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ സമയം 5:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഈ ഒരു പ്രയർ കാണുന്ന സമയമാണ്. അപ്പോൾ 15 മിനിറ്റാണ് ഇരിക്കാറ്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 5:45 ഞാൻ ആയി തന്നെ ചോറ് വെക്കുകയാണ്. നേരത്തെ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെക്കുന്നത് ഞാൻ കുക്കറിലാണ്. 5.5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. 3 കപ്പ് അരിയാണ് ഇതിൽ കൊള്ളുക. 3 കപ്പ് അരി കഴുകി ഇതുപോലെ ഇത്രയും വെള്ളം ഒഴിച്ച് ഞാൻ കുക്കർ മൂടി വെക്കും. അത് കഴിഞ്ഞ് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. ജയ അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 വിസിലടിച്ച് ഒരുവിധ അരികളൊക്കെ വേവാറുണ്ട്. ചില അരികൾ വേവ് കുറച്ചും കൂടി വേവണമെന്നുണ്ടെങ്കിൽ ഒരു 3 വിസിലടിക്കും. അപ്പോൾ ഒരു വട്ടം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആ ഒരു അരിയുടെ വേവ് മനസ്സിലായ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഓരോ തവണയും ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു ഇത് കിട്ടാറുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ ആ കൊഴുപ്പൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും നന്നാവില്ല. അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ അരിയാനായിട്ട് ഇരിക്കുന്നുണ്ട്. മക്കളെ ഒരു 5:45 കഴിഞ്ഞപ്പോൾ എഴുന്നേൽപ്പിച്ചു. അവർ എഴുന്നേറ്റൊക്കെ ഒന്ന് ഉഷാറാവുമ്പോൾ ഒരു 6 മണിയാവും കേട്ടോ. അത് കഴിഞ്ഞ് അവർ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചാൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ്സിലെടുക്കുന്ന സബ്ജക്റ്റുകളൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ LSS എന്ന് പറഞ്ഞിട്ടൊരു എക്സാം എഴുതുന്നുണ്ട്. ആ സമയത്ത് അതിലുള്ള മാത്സ് അത്യാവശ്യം നല്ല ടഫുണ്ട്. ചില കണക്കുകളൊക്കെ ട്രിക്കി പോലെയാണ്. ഇത് ചിലപ്പോൾ ഈ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈസി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് പണ്ട് പഠിക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു മാത്സ്. അപ്പോൾ ഞാൻ മാത്സ് എടുത്തിട്ട് പിന്നെ +1 +2 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊമേഴ്സാണ്. പക്ഷേ അതിലുള്ള മാത്സ് അത്ര കുഴപ്പമില്ല. കാരണം നമ്മൾ അക്കൗണ്ടുകൾ ടാലിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ 1ാം ക്ലാസ് മുതൽ ഒരു 9ാം ക്ലാസ് വരെ മാത്സ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു മാത്സ്. 10 വന്നപ്പോഴാണ് ഞാൻ മാത്സ് പഠിക്കുന്ന ടെക്നിക്ക് മനസ്സിലായതും മാത്സിൽ A+ എനിക്ക് മേടിക്കാനായിട്ട് പറ്റി. കാരണം മാത്സ് എങ്ങനെ പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിന് ശേഷം കൊമേഴ്സ് എടുത്തു. പിന്നെ അടുത്ത സബ്ജക്റ്റൊക്കെ എടുത്തപ്പോൾ നമ്മൾ അന്ന് വരെ പഠിച്ച മാത്സൊക്കെ നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാനായി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ മാത്സ് ഒന്നും ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് ഓർത്തെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അന്നത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ, പിന്നെ ഇത് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോയി ഇതൊക്കെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മൾ ആ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മക്കളെ പഠിപ്പിക്കുന്നത് വഴി പറ്റും. നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു മാത്സ് പഠന കാലഘട്ടമൊക്കെ ഞാൻ ഓർത്തുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സമയം 6:15 ആയിട്ടുണ്ട്. ഞാൻ 2 ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് രണ്ടും ഒപ്പാണ് ഉണ്ടാക്കണം, ഉപ്മാവും ഗ്രീൻ പീസ് കറിയും. ഉപ്മാവിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഗ്രീൻ പീസ് കറി. അപ്പോൾ ഉപ്മാവിന് വേണ്ടിയിട്ട് അതിന് തന്നെ ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തു, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തു, ഒരു വലിയ സവാള പൊടിയായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് അത് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസൊക്കെ ചേർക്കാറുണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിൽ ഞാനത് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടി മസാല റെഡിയാക്കാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് വഴറ്റിയെടുത്തു, ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വഴറ്റിയെടുത്തിട്ട് ഞാൻ പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല ഈ ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഗ്രീൻ പീസ് ഞാൻ ആദ്യം തന്നെ കിച്ചണിൽ വന്ന സമയത്ത് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് പണികൾ തീരും. ഇപ്പുറത്തെ ഉപ്മാവിനുള്ള മിക്സ് നമ്മൾ റെഡിയാക്കിയത്. ഗ്രീൻ പീസ് ഞാൻ ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ വാങ്ങാൻ കിട്ടും. അത് വേവിച്ച ഗ്രീൻ പീസാണ്. ഇതുപോലെ പച്ച പട്ടാണി ഉണ്ടല്ലോ അതാണ് ചേർക്കണേ.
അപ്പോൾ അതൊന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാക്കാണ്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ള ഗ്രീൻ പീസാണ്, കാബൂളി കടല എന്നും പേര് പറയും. ഇതാണ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഞാൻ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതും കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒന്നും ഇങ്ങോട്ട് തിളച്ച വെള്ളമാണ്, എന്നാലും ഒന്നുകൂടി ഇന്ന് ചൂടായി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ വറുത്ത റവ പാക്കറ്റ് അങ്ങനത്തേനെ മേടിക്കാറുള്ളത്. അപ്പോൾ അതാണ് ചേർക്കണേ. 1 കപ്പ് റവയ്ക്ക് ഞാനൊരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാറുള്ളത്. ആ കണക്കിലാണ് ചെയ്യാറുള്ളത്. വെള്ളത്തിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുതിട്ടാ. നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞെന്ന് മാത്രം. ഞാൻ ഉപ്മാവ് നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നൊരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് അത് ആവി കയറാനായിട്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ ആ ചൂടൊക്കെ അങ്ങോട്ട് വന്ന് നല്ല സെറ്റാവും. നമുക്കത് മൂടി വയ്ക്കാം. ഗ്രീൻ പീസ് കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കറിക്ക് നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഒന്ന് കലക്കിയിട്ട് വെള്ളം പോലെ ആക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് ഒട്ടും തന്നെ ചൂട് പാടില്ല കേട്ടോ. പച്ചവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് കറിയിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നാലാണ് ആ തിക്നെസ് കിട്ടുക. അങ്ങനെ നമ്മുടെ ഉപ്മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വീണ്ടും ഞാൻ തുറന്ന് സ്റ്റവ് ഓഫ് ചെയ്തു. ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നലെ ലാസ്റ്റ് നിങ്ങളൊരു കാര്യം ട്രൈ ചെയ്യാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ സമയം ഒരു 6:45. ഉപ്മാവൊക്കെ അവിടെ റെഡിയായി, കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ മക്കളുടെ അടുത്തൊന്ന് വന്ന് എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവർക്ക് പഠിച്ച് മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ. അപ്പോൾ ഞാനും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മീൻകറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളിയും കൂടി വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് വേഗം തന്നെ ഒരു 10 മിനിറ്റ് ഇരുന്നുള്ളൂ. അവരവിടെ കളിക്കണം നോക്കി ജസ്റ്റ് അവിടെ ഇരുന്നു. അങ്ങനെ സമയം 7 മണിയായി. നമുക്കിനി വേഗം തന്നെ ഉച്ചയ്ക്ക് വേണ്ടിയുള്ള കറിയുടെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഞാൻ മീൻകറി വെക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ ഉപ്പേരിയും കൂടി അതിൻ്റെ കൂടെ തന്നെ കാച്ചി എടുക്കുന്നുണ്ട്. മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തത്, ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതുപോലെ ഒന്ന് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് അവിടെ ഒന്ന് സെറ്റാക്കാണ്. ബീട്രൂട്ട് ഉപ്പേരി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചെടുത്തു. കടുക് പൊട്ടിച്ച ശേഷം ഒരിത്തിരി ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇതുപോലെ ചീവിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സവാളയും നമ്മളിങ്ങനെ നൈസായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ കടിക്കാൻ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. പച്ചമുളകാണ് ചേർക്കേണ്ടത് കേട്ടോ ശരിക്കും. പിന്നെ ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ പച്ചമുളക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് വെച്ചത്. ഇനി ലാസ്റ്റ് ഒരു പിടി നാളികേരം അങ്ങനെ ചെരുവീതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് അതൊന്ന് വേവട്ടെ. വേഗം വേവും. ബീട്രൂട്ട് ഇങ്ങനെ ഇരിഞ്ഞേക്കണോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മീൻകറി വെക്കണേ, അതുകൊണ്ട് തന്നെ തേങ്ങയുടെ 2ാം പാല്, അതുപോലെ തന്നെ 3ാം പാലും പിന്നെ 1ാം പാലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ ഇവിടെ വൃത്തിയാക്കിയിട്ട് തലേദിവസം നമ്മൾ വെച്ചുകൊണ്ട് തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും 2 ചട്ടിയിലായിട്ട് 2 മീൻകറി ആയിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തിനാണെന്ന് ചിലപ്പോൾ അടുത്ത ദിവസം നമുക്ക് എളുപ്പമാണ്, കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. മീൻകറി നമ്മൾ ഒപ്പം തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കണേ. ഇരുമ്പുളി ചേർത്തിട്ടാണ് നമ്മൾ മീൻകറി വെക്കണേ. കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇരുമ്പുളി ചേർത്തിട്ട് മീൻകറി വെക്കണത്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ കൂടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുഞ്ഞു ചട്ടിയിൽ ഞാൻ കുറച്ച് ഇരുമ്പുളി ഇട്ടിട്ടുള്ളൂ. ഈ ഒരു വലിയ ചട്ടിയിൽ കുറച്ച് അധികം തന്നെ ഇരുമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ ഇരുമ്പുളി ഇടുന്ന സമയത്ത് നമ്മൾ പാലിൽ ഇതൊന്ന് വേവിച്ചിട്ട് ഈ പുളി ഒന്ന് പിടിച്ചിട്ടാണ് മീനായിരിക്കും ഇട്ട് കൊടുക്കുക. കാരണം ഇരുമ്പുളി കുറച്ച് ഒന്ന് വേവണ്ടേ. അപ്പം മീനാണെങ്കിൽ വേഗം വേവണം മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം 2 കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് മീനാകെ ഉടഞ്ഞു പോകും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പുളി മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലും 3ാം പാലും കനം കുറഞ്ഞിട്ടുള്ള പാലുണ്ടല്ലോ, 2ാം പാലും 3ാം പാലും ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പുളി കാണുമ്പോൾ നമുക്ക് അധികമായിട്ട് തോന്നിയെങ്കിലും ഇത് വെന്തൊക്കെ വരുമ്പോൾ പുളി പിടിക്കുമ്പോൾ അത്രയും ഭയങ്കര പുളി ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇപ്പുറത്തെ സൈഡിലത് ബീട്രൂട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. വേഗം തന്നെ വേവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ വെന്ത് ഇവിടെ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് മൂടി വയ്ക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത്രേ മാത്രമേ ഉള്ളൂ.
അങ്ങനെ പുളിയൊക്കെ ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻ ചേർത്താൽ പെട്ടെന്ന് തന്നെ വേവണ മീനായതുകൊണ്ട് തന്നെ അധികം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മീനിനെ വേവിച്ചെടുക്കാം. മീൻ മുങ്ങിത്തൊക്കെ കിടക്കത്തെ രീതിയിൽ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഞാനിങ്ങനെ നടുക്കിൽ മാത്രം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ ഇളക്കി മീൻ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മീൻ തിളച്ച് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം തേങ്ങയുടെ 1/4 പാല് ചേർക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മീൻ ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ചൂട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഓഫാക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഓഫ് ചെയ്ത ശേഷം തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടി ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുത്താൽ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി നേരം, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൂടെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി കാച്ചിയെടുക്കാം. അങ്ങനെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കാച്ചിയെടുക്കുകയാണ്. ഇതിനായിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കാരണം 2 കറിയിലേക്കും കൂടി വേണ്ടേ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യണേ. മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറ് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആ മൊരിച്ചയിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ കറിക്ക് നല്ല രസമുള്ളൊരു കളറ് കിട്ടും. ചിലവർ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടൊക്കെ ഇടുന്നവരുണ്ട്, സ്മെല്ല് കുറച്ചൊക്കെ കിട്ടാൻ. ഞാനിപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പോൾ അങ്ങനെ ചെയ്യണില്ല. മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ. അതിനുശേഷം കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. കറിയുടെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴായിട്ടൊരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വെറുതെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. ഈ കാച്ചി കഴിയുമ്പില്ലേ കറിയുടെ ലെവൽ അങ്ങോട്ട് മാറും. അങ്ങനെ അത് ഒഴിച്ച് വെച്ചിട്ട് കറി അങ്ങോട്ട് മൂടി വെക്കുക. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്ന നേരം ആകുമ്പോഴേക്കും കറി നല്ല സെറ്റായിട്ടുണ്ടാവും, കട്ടിയൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയൊക്കെ പിടിച്ച് ഉച്ചയാകുമ്പോഴേക്കും, ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും പെർഫെക്റ്റ് ആവാം കേട്ടോ. നന്നായി പുളിയൊക്കെ പിടിച്ച് സെറ്റാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയം ഏകദേശം 8 മണിയായി. അപ്പോൾ നമുക്കിനി മക്കളുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ സാധാരണ അവർ തന്നെയാണ് റെഡി ആവലും കാര്യങ്ങളൊക്കെ അവർ തനിയെ ചെയ്തോളും. പ്രത്യേകിച്ച് ഞാൻ ആകെ റോസുവിനും മുടി കെട്ടി കൊടുക്കൽ മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ. ഇന്ന് ഇസയ്ക്ക് ഒരു സ്പെഷ്യൽ യൂണിഫോം ആയതുകൊണ്ട് മാത്രം ഞാനൊന്ന് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് എല്ലാം തനിയെ ചെയ്യുക. ആദ്യമൊക്കെ ഞാൻ പണികൾ കഴിഞ്ഞ് ഓടി വരും ഇവരെ വേഗം സഹായിക്കാനും. അവരൊക്കെ തന്നെ ചെയ്യണ പ്രായമല്ലല്ലോ. ഇപ്പൊക്കെ തന്നെ ചെയ്യണ കാരണം നമുക്ക് പിന്നെ അതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലവരെന്നോട് പറഞ്ഞിരുന്നു തീരെ കൊച്ചു കുട്ടികളാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, റുട്ടീനൊന്നും ഫോളോ ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ ഒരുപാട് പേര് വിഷമം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളുടെ ആ ഒരു 4 വയസ്സ് വരെയുള്ള പ്രായമാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ അവർ പതിയെ കുറേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ആ മൊമെൻറ്റ്സ് ഒക്കെ മിസ് ചെയ്യും കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, അയ്യോ മക്കൾ ചെറുതായിട്ടിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു എന്ന് എനിക്ക് ചില നേരത്ത് ഇപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ കഴിഞ്ഞു പോയതൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ആ ഒരു പ്രായത്തിൽ മാക്സിമം ആ ഒരു മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ. നേരത്തെ റുട്ടീൻ ഇല്ലല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട. എനിക്കും ഒരു റുട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ മോള് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ചാനൽ തുടങ്ങണേ. അതിന് മുൻപ് വരെ എനിക്കും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തേനെ. അപ്പോൾ എനിക്കും പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇനി വേഗം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട്, ഞാനും പറയാറില്ല, ഞാൻ ഒരുമിച്ചിരുന്നവരെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാറ്. ആദ്യം അങ്ങനെ ഇരിക്കാറില്ല, ഇവർ പോയിട്ടൊക്കെ സമാധാനമായിട്ട് ഇരിക്കലൊക്കെ പതിവ്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും ടൈമിൽ തന്നെ കഴിക്കാം, അവരുടെ കൂടെ തന്നെ കഴിക്കാം എന്ന് വിചാരിച്ച് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അവർ ക്ലാസ്സിൽ പോകുന്ന സമയം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ തന്നെയായിരിക്കും, വർത്താനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പോവും. അങ്ങനെ ഞാനിതേ സമയം ഇപ്പോൾ ഒരു 9 മണിയായി. മക്കളൊക്കെ രണ്ടുപേരും പോയി. ഞാൻ മുറ്റത്ത് അവിടെ അങ്ങനെ സിറ്റ് ഔട്ടിൽ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒത്തിരി നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഫോണൊക്കെ നോക്കി ചിലപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ വരാനായിട്ട് പോവുകയാണ് ഈ വരുന്ന ശനിയും ഞായറും. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാളിനെ പറയുക പിണ്ടി പെരുന്നാളിനാണ്. അപ്പോൾ പിണ്ടി പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വാഴപ്പിണ്ടി ഇങ്ങനെ മുറ്റത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ കൊടികളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അലങ്കരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊടികളും പൂക്കളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് അലങ്കരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു ഡിസൈനിലുള്ള കൊടിയാണ് വെക്കുന്നത്. ഇതാണ് ഏറ്റവും പണ്ട് മുതലൊക്കെ ഉണ്ടാക്കുന്ന കൊടിയുടെ ഡിസൈൻ. ആദ്യം ഇങ്ങനത്തെ കൊടിയാണ് നമ്മൾ പിണ്ടിമ കുത്താറുള്ളത്. അപ്പോൾ പല വ്യത്യസ്തമായ ഡിസൈനിലൊക്കെ ഇപ്പം നമ്മൾ ഇതുപോലെ പിണ്ടിമ അലങ്കരിക്കാനുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കൊടികൾ പല ഡിസൈനിലൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളും കഴിഞ്ഞ കൊല്ലം അതിന് മുൻപത്തെ കൊല്ലമൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ പരമ്പരാഗത രീതി എന്ന് വെച്ചാൽ ഏറ്റവും പഴയ മോഡലിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടി വെക്കണത്. അതും ഫുൾ വൈറ്റ് ആണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസമൊക്കെ ഇസയും റോസും അപ്പച്ചനും അമ്മച്ചിയും കൂടിയിട്ടാണ് ഇത് മുഴുവനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെയാണ് അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ചൈന പേപ്പർ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് മൈദപ്പശ വെച്ചിട്ടാണ് നമ്മൾ ഈർക്കിലീമയ്ക്കാണ് ഈ കൊടി ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ മൈദ കലക്കി എടുത്താൽ ഇങ്ങനെ കട്ടിയിൽ പശ നമുക്ക് കിട്ടും.
അങ്ങനെ എൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ഒരു 9:30 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ അകത്തോട്ട് വന്നിട്ട് അടിച്ച് വാരിയിടാണ്. അപ്പോൾ തിങ്കളാഴ്ചകളിൽ എനിക്ക് ജോലികൾ ചെയ്യാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മടിയായി, ഇനി മതിയെന്ന് എനിക്കിങ്ങനെ തോന്നി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മടി പിടിച്ചൊരു കാര്യമില്ല, എന്തായാലും മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് എന്നും ചെയ്യുമ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ചാലേ, നമുക്ക് എന്നും ചെയ്യാണ്ടാകുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് പെൻഡിങ് ആയി കഴിയുമ്പോൾ പിന്നെ ചെയ്യുന്ന ദിവസം കുറേ പണിയുള്ള പോലെയാവും. പക്ഷേ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആകെ ഒരു കുറച്ച് നേരം ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഡെയിലി ചെയ്യണം. കാരണം എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഡെയിലി കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് കുറേ വലിയ ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട കാര്യം വരില്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ടൈം ഏകദേശം ഇപ്പോൾ ഒരു 9:30 മുതൽ ഒരു 10 മണി വരെ അരമണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ വൃത്തിയാക്കുക. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റൂമിലുള്ള ഐറ്റംസൊക്കെ ആദ്യം അതാത് സ്ഥാനത്തോട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചൂലെടുത്തിട്ട് ഫുള്ളായിട്ടും റൂമുകളെല്ലാം ഒന്ന് അടിച്ചിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചൂല് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ മുൻപും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത് അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിയ ഒരു ചൂല്. അതുപോലെ തന്നെ ഈ ഒരു ഡസ്റ്റ് പാനും നമുക്കിങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് ആണെങ്കിൽ നല്ല ഈസി, അടിച്ചു കോരി എടുത്ത് ഓരോ റൂമും അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടിച്ചു കോരി അത് കളയാം, നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡസ്റ്റ് പാന് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ക്ലീനിങ് പെട്ടെന്ന് ഈസിയാവും. അപ്പോൾ ക്ലീനിങ്ങും അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊക്കെ ഈസിയാക്കാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പണികൾ ചെയ്യാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും. വല്ലാതെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആർക്കായാലും ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷും ഡസ്റ്റ് പാനും വാങ്ങി വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ലിങ്കൊന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു മോഡൽ വേണമെങ്കിൽ ഏകദേശം മനസ്സിലാക്കാൻ ഞാൻ ഒരെണ്ണം കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് ഇവിടെ അടിച്ചു വാരിയെടുക്കാം. ഈ ഒരു ഡൈനിങ് ടേബിൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, 7 കൊല്ലം മുൻപാണ് ഞാൻ വീട് ഇങ്ങനെ ഒതുക്കി വെക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. അതുവരെ ഞാൻ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരാളേ ആയിരുന്നില്ല. വീട് അങ്ങനെ വൃത്തിയിൽ വെച്ചാൽ ഇത്ര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ആ ഒരു മൊമെൻറ്റിലാണ്, ആ ഒരു വർഷമാണ് ഞാൻ കുറേ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരുത്തിയത്. അതിലാദ്യം ചെയ്തൊരു കാര്യമായിരുന്നു ഡൈനിങ് ടേബിളും ഐറ്റംസ് അനാവശ്യമായിട്ട് കൊണ്ടുവയ്ക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ. ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും അവിടെ കൊണ്ടൊക്കെ ഓരോന്ന് വെക്കാറുണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞു അവിടെ ആരും ഒന്നും ഇങ്ങനെ സാധനങ്ങൾ വെക്കരുത്, എല്ലാവരും അവരവരുടെ ഐറ്റംസ് കിട്ടിയതൊക്കെ റൂമുകളിൽ കൃത്യമായിട്ട് കൊണ്ടുവച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എല്ലാവരും അത് ഫോളോ ചെയ്യാനും തുടങ്ങി. അതിനുശേഷം ആ ഒരു ഏരിയ നല്ല വൃത്തിയായി. ഞാനൊരാൾ വിചാരിച്ചാൽ മാത്രം ഈ കാര്യങ്ങളൊന്നും ശരിയാവില്ല, വീട്ടിലുള്ള എല്ലാവരും വിചാരിക്കണം, അതൊരു ഫാക്റ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുപാടൊന്നും ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായി എന്ന് എപ്പോഴും പറയും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി വീട് ഒതുങ്ങിയിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു ഇതിൽ, അതായത് ഒരു 7 വർഷം മുൻപ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തോളം ഇതിങ്ങനെ നന്നായി ഫോളോ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ നല്ലൊരു എഫക്റ്റ് മനസ്സിലായപ്പോഴാണ് പിന്നീട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കണം ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡിസിഷൻ എടുത്തത്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് ഞാൻ എൻ്റെ വീടിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴും വീട്ടിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ആ ഒരു റുട്ടീൻ്റെയും അതുപോലെ തന്നെ വീട് ഇങ്ങനെ ഒതുക്കി വെക്കുന്നതിൻ്റെ ആ ഒരു നല്ല എഫക്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ടും ഷെയർ ചെയ്യണത്, നിങ്ങൾക്കും ഈ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ റിസൾട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കമൻസിലൂടെ വായിക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. കാരണം ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് വീഡിയോസ് കാണുന്നതിലൂടെ വന്നുവെന്നും വീട് ഒതുക്കി വെക്കുന്നതിലൂടെയും വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യം അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റിയെന്നും പറഞ്ഞിട്ടുണ്ട് പലരും. അതുപോലെ എന്നോട് 1-2 എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഒരു കുട്ടി വീട്ടമ്മയായിരുന്നു, PSCക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ റുട്ടീൻസൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് ഫോളോ ചെയ്ത് ആ കുട്ടിക്ക് പിന്നീട് PSC വഴി ജോലി കിട്ടുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അവർ ചെറിയ കുട്ടികൾ മുതൽ നമ്മുടെ +2 അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ആ കാണുന്ന കുട്ടികളടക്കം അവരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു യങ്ങർ ജനറേഷൻ്റെ താഴെയുള്ള ജനറേഷനും കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എന്നോട് പറയണം. അപ്പോൾ അതെനിക്ക് കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ഇനി കമൻറ്റ് ചെയ്യാത്തവരൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രഷായൊക്കെ വന്നു, നമ്മുടെ പണികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഞാനിരുന്നിട്ട് എൻ്റെ വീഡിയോയുടെ വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.